ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനെയും വേഗം വരുന്നവരായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഉപവാസത്തിലെ രണ്ടാമത്തെ ദിവസമായ എന്ന സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യാൻ പോകുകയാണ്. ഇവിടെ ഇരുന്ന് നിലവിളിക്കുമ്പോൾ നമ്മുടെ ആവശ്യ മണ്ഡലങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുകയാണ്. ഇവിടെ ഇരുന്ന് നിലവിളിക്കുന്ന ദൈവ പൈതലിന്റെ കുടുംബത്തിന്റെ വാതിലുകള് സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുകയാണ്. അടഞ്ഞ വാതിലുകൾക്ക് പകരമായി വ്യത്യസ്തമായ അനവധി വാതിലുകള് സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നിലവിളിക്ക് ഒരു കുറവും വരരുത്. നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മീയ ഒരുക്കത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല ഉടുപ്പിടുക, നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക, ഇതൊന്നും മാത്രമല്ല ഒരുക്കം ആത്മീയമായി ഉയരുവാനുള്ളൊരു ഒരുക്കം, ആത്മീയ പോർക്കളത്തിൽ ജയിക്കുവാനുള്ളൊരു ഒരുക്കം. പരിശുദ്ധനായ ദൈവത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരുക്കത്തിന്റെ മുഖാന്തരങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. അധ്വാനിക്കുന്ന ഒരുവന് നിശ്ചയമായി പ്രതിഫലമുണ്ട്. ഒരു വിത്ത് നടുന്നവന് വിത്ത് വളർന്നു വരുന്ന ഫലം കായ്ക്കുന്നത് കാണുവാൻ കഴിയും. സമ്പാദിച്ചു വയ്ക്കുന്നവൻ നാളെ സമ്പാദ്യമെടുത്ത് ഉപയോഗിക്കുവാൻ കൃപയുണ്ടാകും. ആരാധിക്കുന്നവന് അവന്റെ തടസ്സങ്ങൾ മാറി അവന്റെ ജീവിതത്തിൽ കൃപയുടെ ആധിക്യം നിറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ തേജോമയനായ ദൈവത്തിന്റെ സന്നിധി തന്നെ ജീവനും ഭക്തിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം കൃപ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. ആവശ്യവാദത്തോടു കൂടിയിരുന്ന ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാലേ ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അത്തരങ്ങളുള്ളവർ മാത്രം ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അത്തരമുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യം ഒന്ന് വായിച്ചിട്ട് ഇന്നലെ ചിന്തിച്ച വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 Kings chapter 3 verse 16 and 17. അവൻ പറഞ്ഞു വന്നതാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ, നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ ഗൃഹവാഹനങ്ങളും മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, ഇതാ ഞാൻ വെള്ളം നിങ്ങൾക്കായി പുറപ്പെടുവിക്കാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ഒരിക്കൽ ദൈവം ചെയ്തതാ. ഇവിടെ വെള്ളത്തിനായി വരണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഭൃത്തന്മാരുടെ വരൾച്ച മാറ്റുവാൻ സർവശക്തനായ ദൈവം പറയുകയാണ്, ഈ താഴ്വരയിൽ നിങ്ങൾ കുഴികളെ കുഴിക്കുവേൻ. ഞാൻ പറയാൻ വന്നത് വളരെ ചുരുക്കമായി പറയാം. ഇതാണ്, കുഴി കുഴിച്ചാൽ വെള്ളമുണ്ട്. വിശ്വാസത്തോട് കുഴി കുഴിക്കുന്നവന്റെ ജീവിതത്തില് അവന് മാത്രമല്ല അവന്റെ കൂടെ നിൽക്കുന്നവർക്കും അവന്റെ മൃഗവാഹനങ്ങൾക്കും ആ ദേശത്തിന് പുഷ്ടിപ്പ് വഴിമാറ് വെള്ളത്തിന്റെ ഉറവുകളെ തുറക്കുന്ന പരിശുദ്ധനായ സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ പോരായ്മകളെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് വിശ്വാസത്തോടെ കുഴികളെ ഒന്ന് കുഴിക്കുവാൻ കഴിയുമോ? വെള്ളം വേണ്ടിയവർ കുഴിക്കായി അല്ലെങ്കിൽ ഒരുങ്ങിയത് വ്യത്യസ്ത വിഷയങ്ങള് ഭാരത്തോടു കൂടിയിരിക്കുന്ന ദൈവജനം എന്ന പ്രാർത്ഥനയായി ദൈവസന്നിധി നിലവിളിച്ചാട്ടെ. ആ നിലവിളിന്ന് ദൈവസന്നിധിയിൽ പോകാൻ പോകുകയാണ്. വരൾച്ചയിലിരിക്കുന്ന ഒരു അത്യാവശ്യം വെള്ളമാണ്. അവരോട് പറയാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വെള്ളം കിട്ടത്തില്ലെന്ന് പറഞ്ഞാലും നീ ആദ്യം കുഴിക്കുമ്പോൾ കല്ലുകൾ കണ്ടാലും ഈ കല്ലുകളുടെ അടിയിൽ ഒരു ഉറവയുണ്ട്. നീ വിശ്വാസത്തോടുകൂടി കുഴിക്ക്. ഈ ഉറവയിൽ നിന്ന് നീയും നിന്റെ മൃഗവാഹനങ്ങളും നിന്റെ ദേശവും ഈ താഴ്വര മുഴുവൻ വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ എനിക്ക് അവൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്ന് രാത്രികാലം ശക്തമായി തോന്നറിയ
ഇറങ്ങുന്നവന്, വിശ്വാസത്തോടുകൂടി ഇറങ്ങുന്നവന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ കർത്താവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടി ഇറങ്ങുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന കർത്താവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ദൈവം വിശ്വാസത്തിന്റെ നായകനും കൂട്ടി വെക്കുന്നവനുമായ ക്രിസ്തുവാണ്. അവന്റെ മക്കൾ അപ്പത്തിനായി ഇറക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിലവിളിക്കുന്നവരുടെ നിലവിളിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരും. ഈ താഴ്വരയിൽ അനേകം കുഴികളെ വെട്ടുവരും. വെള്ളത്തിന്റെ ലക്ഷണം ഒന്നും കണ്ടില്ല എന്ന് വരാം. ഭാരപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. അനേകര് പറഞ്ഞേക്കാം, എന്തിനാ ഇവിടെ വെട്ടുന്നത്, സുവിശേഷം പറയുന്നത്, എന്തിനാ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എന്റെ പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ച് മടുത്ത വിഷയമാ, നീക്കുപോക്കില്ല എന്ന് പറയുന്ന വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അനേകം കുഴികൾ നീ വിശ്വാസത്തോടുകൂടി വെച്ച്, നീ കാറ്റ് കാണത്തില്ല, നീ മഴക്കാർ കാണത്തില്ല, ഇവിടെ വ്യാപരിക്കുക. അങ്ങനെ അത്ഭുത പ്രവർത്തി നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ സഭയുടെ അകത്ത്, നമ്മുടെ പ്രവർത്തന മണ്ഡലത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് മോബിയാവിലെയും നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരിക. നിനക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശത്രു സൈന്യത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരുമെന്ന് സൈന്യങ്ങളുടെ ഗോപിയായ ദൈവത്തിന്റെ ആത്മാവ് തോന്നറിയിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ ചോദിക്കാട്ടെ. ഒരുങ്ങി നിൽക്കുന്നവർക്കുള്ള പ്രതിഫലമായത് കേട്ടോ. ഒരുങ്ങി നിൽക്കുന്നവനെ നിന്നാപാത്രമായി കർത്താവ് വിടത്തില്ല. ആജ്ഞമായി ഒരുങ്ങിയിരിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം അതിശയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കുറച്ച് കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളുള്ള കാലം ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇന്നലെ കേട്ടോ എന്തോ എന്നുള്ളൊരു വിഷയമല്ല, ഇതിനു മുമ്പ് വന്നോ പോയോ എന്നതും ഒരു വിഷയമല്ല. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയില് കുഴിവെട്ടി ക്ഷീണിച്ചിരിക്കുമ്പോൾ അനേകര് പറഞ്ഞെന്ന് വരാ, ഇവിടെ രക്ഷയില്ല എന്ന് പറഞ്ഞെന്ന് വരാ, മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് പറഞ്ഞെന്ന് വരാ, നിന്റെ ജീവിതം കഴിഞ്ഞുവെന്ന് പറഞ്ഞെന്ന് വരാ. കർത്താവ് ദൂതറിയിക്കുകയാണ്, ആമേനിയ ഗോവയുടെ ആത്മാവ് ഇറങ്ങി വന്ന് പറഞ്ഞതാണ്, നീ താഴ്വരയുടെ മേൽ വെള്ളം കൊണ്ട് നിറയുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ജീവിതം വരണ്ടിരിക്കുക. അനേകർ ഉറവകളെ അടച്ചു വച്ചാലും അത് തുറന്നു വരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ദർശനത്തിന്റെ സമയം അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിനകത്തും സഭയിലും സമൂഹത്തിലും നിങ്ങൾക്കൂടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അതിനായി ഒരുങ്ങിയ ദൈവജന ജീവനുള്ള ദൈവത്തെ ഒന്ന് ചോദിച്ചാട്ടെ. നമുക്ക് വായിക്കാൻ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ ആയത്തിന്റെ 10-ാമത്തെ വാക്യം. Matthew chapter 25:10. അവർ വാങ്ങുവാൻ പോയ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ കല്യാണ സദ്യയിൽ ചെന്നു. കാതിൽ അലച്ചുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനും അവൻ, ഞാൻ നിങ്ങൾ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ഈ വിഷയവും ഞാൻ അങ്ങോട്ട് ഡീപ്പായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. കന്യകമാരുടെ ഉപമയായത് ഇതെല്ലാവരും കേട്ടിട്ടുള്ളതാ, ഗ്രഹിച്ചിട്ടുള്ളതാ, പ്രാപിച്ചിട്ടുള്ളതാ. ഒരുങ്ങി നിൽക്കുന്നവർ മണവാളനോടുകൂടെ മണവറയിൽ കയറി ചെന്നു എന്ന് നമുക്കതിൽ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഒരുങ്ങി നിൽക്കുന്നവർക്കുള്ള പ്രയോജനമാണ്. അശോര പ്രതിഷ്ഠകളെ ഉടച്ചു കളഞ്ഞുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഒരുക്കിയിട്ടുണ്ട്. ഒരുങ്ങി നിൽക്കുന്നവരെ നിന്നാപാത്രമായി വിടുന്ന ദൈവമല്ല. ഒരുങ്ങി നിൽക്കുന്നവന്റെ ജീവിതത്തിൽ വിശാലത മാനിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില അശോര പ്രതിഷ്ഠകളെ തകർത്തുടയ്ക്കുമ്പോൾ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരിക. ചില പോരായ്മകളെ വിട്ടുകളയുമ്പോൾ ആമേൻ ഉറവകൾ തുറന്നു വരിക. നിന്റെ എണ്ണ വറ്റിപ്പോയെന്ന് ജാതികൾ പറഞ്ഞാൽ, നിന്റെ വരവ് നിന്നുപോയെന്ന് ജാതികൾ പറഞ്ഞാൽ, നിന്റെ അനുഗ്രഹത്തിന്റെ ഉറവ് അടഞ്ഞുവെന്ന് പറഞ്ഞാൽ, സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാണ്, വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന വിശ്വാസത്തിന്റെ നായകനെ നോക്കി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കായി കരുതുന്നവൻ നിന്റെ കൂടെ ഉണ്ട്. അവൻ നിന്റെ ജീവിതത്തിൽ വലിയ ചെയ്തിരിക്കുക.
4-ാമത്തെ വാക്യം. 1 Samuel chapter 7 verse 4. അങ്ങനെ ഇസ്രായേൽ മക്കൾ വാൾ വിഗ്രഹങ്ങളെയും അക്ഷര പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ഇന്നലെ അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് വിടുതലുകൾ പ്രാപിച്ചു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൂതുകൾ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അക്ഷര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയം യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവേൻ. എന്നാൽ അവൻ നിങ്ങളെ ഫലസ്തീനയുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ വാൾ വിഗ്രഹങ്ങളെയും അക്ഷര പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ലോകത്തില് നമ്മുടെ കർത്താവിനെ അല്ലാതെ വേറെ എന്തിനെ കൂടുതൽ സ്നേഹിച്ചാലും അത് അക്ഷര പ്രതിഷ്ഠയാ. നമ്മുടെ കർത്താവിനേക്കാളും കൂടുതൽ ആർക്ക് സ്ഥാനം കൊടുത്താലും അതൊരു വിഗ്രഹാരാധനയാ. ആ വിഗ്രഹാരാധനയെ അകറ്റിക്കളഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് 1-ാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് ആർക്കും വേണ്ടാതെ നമ്മളെ നിന്നിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറിയിട്ട് അവന്റെ മഹാസ്ഥാനത്ത് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ മാറിയിട്ടുള്ള രീതിയിൽ ജീവരക്ഷ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിക്കൊണ്ട് അവന്റെ അഭിഷേകത്തിന്റെ പ്രകാശത്താൽ ഇരട്ടിലിരുന്ന നമ്മുടെ ഭവനം, ഇരട്ടിലിരുന്ന നമ്മുടെ ഭക്ഷണം, ഏകവസ്ത്രത്തിലെ വെളിച്ചം കാണാൻ പോകുന്നുവെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന രാത്രികാലം ശക്തമായി ദൈവജനത്തോട് അറിയിക്കുകയാണ്. വിടുതൽ പ്രാപിക്കണമെങ്കിൽ യഹോവയെ മാത്രം പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം. യഹോവയെ മാത്രം പൂർണ്ണ ഹൃദയത്തോട് സേവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും. നമുക്ക് മറ്റാരും സഹായിപ്പാനില്ലാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. എല്ലാ വാതിലുകളും അടഞ്ഞു, എല്ലാവരും നിർമ്മിക്കപ്പെട്ടു. ആ സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ അവസ്ഥയിലേക്ക് ദൈവജനം കടന്നു വന്ന ഹൃദയഭാരത്തോടെ നുറുക്കത്തോടെ യേശുവിലേക്ക് നോക്കുന്നവരെ 2 കരവും നീട്ടി ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവിന്റെ നീട്ടിയ കരം നമ്മുടെ മേൽ നീണ്ടിരിക്കുകയാണ്. ആ സർവശക്തനായ ദൈവം പറയുന്നു, അക്ഷര പ്രതിഷ്ഠകളെയും നീട്ടിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിക്കുന്ന തന്റെ ജനത്തെ വിടുവിപ്പാൻ അവന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചിട്ടുണ്ട്. യഹോവയെ മാത്രം സേവിക്കുന്ന തന്റെ ജനത്തിന് ഒരു അനർത്ഥവും വരുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് പറയുവാനുള്ളത്, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഒരു രോഗവും എന്റെ ജീവിതത്തിൽ തട്ടുകയില്ല, അന്യായ ബന്ധനങ്ങളും എന്നെ പിന്തുടരത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ യഹോവയെ മാത്രം സേവിക്കുന്നവരാ. മാത്രം സേവിക്കുമെന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്ന ദൈവ ഹൃദയങ്ങളുടെ അവസ്ഥകൾ, ദൈവ മക്കളുടെ അവസ്ഥകൾ ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് ചില രൂപാന്തരങ്ങൾ നടക്കാൻ പോകുകയാണ്. ചിലരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യഹോവയെ മാത്രം സേവിച്ച, യഹോവയെ മാത്രം ഉള്ളിന്റെ ഉള്ളിൽ ധ്യാനിക്കുന്ന ദൈവഭക്തനെ ആരുടെ മുമ്പിൽ തലമുനിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ആരുടെ മുമ്പിൽ തലമുനിക്കുവാൻ അനുവദിക്കത്തില്ല.
ഒരു രോഗത്തിനും അടിമയാകത്തില്ല, ഒരു ക്ഷീണത്തിനും അടിമയാക്കത്തില്ല, ഒരു ശാപത്തിനും അടിമയാക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ യഹോവയുടെ പ്രോപ്പർട്ടിയാ, യഹോവയുടെ മാത്രമാ, യഹോവയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവന് പരീക്ഷകൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും അവൻ അഗ്നി നാളങ്ങൾ വന്നാലും അത് തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന കർത്താവിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അനുഭവിച്ചറിയുവാൻ നമ്മൾ ആരാധിക്കുന്നത് അഗ്നിനാളങ്ങൾ കൊണ്ട് കണ്ണുകൾ ഉള്ളവൻ, ഭാരത്ത് വൻകെട്ട കെട്ടിയവൻ, വെള്ളോടിന് സമമായ കാലുകൾ ഉള്ളവൻ ഇവിടെ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതോട് വിളിച്ചപേക്ഷിക്കുന്ന ദൈവജനത്തിന് വേണ്ടതുണ്ട്. ദൈവത്തിന്റെ സന്നദ്ധയിൽ വിഷയം വെച്ച് ആത്മാർത്ഥമായി ദൈവഹിത പ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതനും ഒരു നന്മയ്ക്കും കർത്താവ് മുടക്ക് വരുത്തിയിട്ടില്ല. യുഗത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതല്, കൃപയുടെ വാതിലുകൾ നിന്റെ ഭവനത്തിന് മുകളിൽ അടയുന്നതിന് മുമ്പായി ആ കൃപയുടെ ആധിക്യം പ്രാപിച്ചുകൊണ്ട് ദിവസങ്ങളെ ദൈവിക വിശാലതയ്ക്കായി അന്വേഷിക്കുന്നുവെങ്കിൽ വിശാലത വരുത്തുന്ന കർത്താവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം, നിലവുകള്, ഹൃദയത്തിന്റെ ചിന്തകൾ അറിഞ്ഞ് അതാത് സമയം പ്രവർത്തിക്കുന്ന ദൈവം നമ്മൾ ആരാധിക്കുന്ന ആരാധനയുടെ പ്രതിഫലമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയിരിക്കും, നമ്മളെ വിടുവിച്ചുകൊണ്ട് തന്നെയിരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ട്, വേദനകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. എന്നാലും ദൈവമൈതലേ നിലം പരിചയാകുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിലൊന്ന് ഒരുങ്ങ, ഒന്ന് ക്രമപ്പെടാം, ഒന്ന് ദാസ്ഥാനപ്പെടാം. ഒരുങ്ങുന്നവരെ വിടുവിപ്പാൻ വേണ്ടേന്ന് പറഞ്ഞാലും അവൻ തന്നുകൊണ്ടിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ആത്മാവ് പറഞ്ഞത് ഒരു ദിവസം ഈ താഴ്വര നിറയ്ക്കാമെന്നല്ല, ഈ വിശ്വാസത്തോട് കുഴികളെ കുഴിക്കുന്നവര. നീ കാറ്റ് കാണില്ല, മഴക്കാറ് കാണത്തില്ല, അവൻ മേഘം ഇറങ്ങി വരുന്നത് നീ കാണത്തില്ല, മഴയുടെ ഒരു ലക്ഷണവും കാണത്തില്ല. കുഴിമുഴി കാലത്തിലേക്ക് ചെല്ലുമ്പോൾ ഈർപ്പവും ഉണ്ടായി എന്ന് വരത്തില്ല. എന്നാൽ നീ വിശ്വാസത്തോട് കുഴിച്ചത് എന്നത് പ്രഭാതത്ത് നോക്ക, ഈ കുഴിയിൽ നിന്ന് ഉറവുകളെ പുറപ്പെടുവിച്ച ഈ താഴ്വര മുഴുവനും വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ എനിക്ക് കഴിയും. ഒരുങ്ങുന്നതിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് വേണമെങ്കിൽ ഒരു നിമിഷം വെള്ളം ഒരു ഉറവയെ പുറപ്പെടുവിച്ചാൽ മതിയായിരുന്നു. അതല്ല, അതിന്റെ വിശ്വാസത്തിന്റെ ഒരുക്കം എത്രത്തോളമെന്ന് അറിയുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പല കുഴികളെ കുഴിച്ച് ഈ ദിവസങ്ങളുടെ ജീവിതത്തിൽ പല കുഴികളെ കുഴിച്ച് ഈ കുഴിയിൽ നിന്നും ഉറവകൾ പുറപ്പെട്ടു വരാൻ പോകുകയാണ്. അനുഗ്രഹത്തിന്റെ ഉറവകളാണ്, ദൈവകൃപയുടെ ഉറവകളാണ്, സമാധാനത്തിന്റെ ഉറവകളാണ്. പ്രായമോ ആരോഗ്യമോ ഒരു വിഷയമല്ല, നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ ഒരു വിഷയമല്ല. ശൂന്യതയിൽ നിന്ന് സകലതും ഒഴിവാക്കുവാൻ കഴിവുള്ള ദൈവം എന്ന രാത്രിക്കാലം പറയുന്നു, ഈ കുഴികളെ കുഴിച്ച് നമുക്ക് വായിക്കാം. സങ്കീർത്തനം 51 12 13 വാക്യം. Psalms 51 verse 12 and 13. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് നീ തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ അക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഈ ഭൂമിയിൽ അവകാശപ്പെടാനുള്ളത് ഇതാ, ആവശ്യപ്പെടുവാനുള്ളത് ഇതാ, മനസ്സൊരുക്കമുള്ള നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അതിന് അർത്ഥം ഉണ്ടായിരുന്നതാ. അതുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞതും ദൈവസന്നിധിയിൽ വന്നത്. പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയ അശോര പ്രതിഷ്ഠയുടെ ഫലമായി ഈ രക്ഷ നമ്മൾ പോലും അറിയാതെ വിട്ടുമാറിയിരിക്കുക.
സങ്കീർത്തക്കാരൻ വിളിച്ചു പറയുന്നു, ദൈവമേ ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, എന്നെ താങ്ങണമേ. എന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം വേണം, എന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം അത്യാവശ്യമാണ്. എന്തെങ്കിലും തന്നെ വന്നാൽ എന്റെ ദൈവത്തെ തള്ളി പറയത്തില്ല എന്നോ ഒരു മനസ്സിന്റെ ഒരുക്കം എന്റെ ജീവിതത്തിൽ തരണമേ കർത്താവേ. ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ, ചില പരീക്ഷകൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാൻ തളർന്നു പോകാതിരിക്കേണ്ടതിനായി മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എന്റെ ജീവിതത്തിൽ തരണമേ കർത്താവേ. മനസ്സൊരുക്കം എന്റെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഇതിനാ മനസ്സൊരുക്കം അറിയാമോ? സൈന്യങ്ങളുടെ ഹോബിയായ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഈ താഴ്വരയിൽ നിരവധി കുഴികളെ കുഴിപ്പി. കാറ്റ് കാണില്ല, മഴ കാണില്ല, എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് കുഴികൾ കുഴിക്കുമ്പോൾ എതിർപ്പുകളുണ്ട്. കള്ളക്കുഴി കുഴിക്കുമ്പോൾ എതിർപ്പുണ്ടാകില്ല. എന്നാലല്ലേ ഉറവയ്ക്ക് വേണ്ടിയുള്ള കുഴി നീ കുഴിക്കുമ്പോ എതിർപ്പുകൾ ഉണ്ടാകും. ദൈവത്തിന്റെ പൈതലേ, നിന്നെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. ദൈവത്തിന്റെ പൈതലേ, ഈ പിന്തിരിപ്പിന്റെ അവസ്ഥയിൽ നിന്ന് തന്നെ ഉറച്ചു നിൽക്കേണ്ടതിനായി മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ കർത്താവേ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ ദിവസങ്ങളെ താങ്ങണമേ. നന്നായി മാനസികമായി തളർന്നിരിക്കുന്നു. നിരാശയുടെ ജീവിതത്തിൽ വല്ലാതെ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ട് നിൽക്കുന്നു. കർത്താവേ, നീ എന്നെ കൈവിടരുത്. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ എന്റെ ജീവിതത്തിൽ തരണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. എല്ലാം ഉണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്ത എന്റെ ഈ ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് മാറ്റണം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമെന്ന് ദൈവത്തിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിന്റെ രക്ഷയുടെ സന്തോഷം, ആ രക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച ആ കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കൈകളിൽ കൂടി വെളിപ്പെടുന്നത്, നമ്മുടെ കൈകളിൽ കൂടി നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നത്, അത് നമ്മുടെ പട്ടണത്തിൽ പ്രതിഷ്ഠമാകുന്നത്, നമ്മുടെ കർത്താവിനെ ഉയർത്തുന്നത് ഈ ദിവസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നീതിമാൻ ഒരു അനർത്ഥവും ഭവിക്കത്തില്ല. യഹോവയായ ദൈവം അവനെ രാവും പകരം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിക്രമിച്ചുവല്ല വായിക്കാം. യോഗം എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ജോൺ ചാപ്റ്റർ 5:21. ഉയർപ്പിക്കുന്നത് പോലെ പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. മരിച്ചു എന്ന് പറയുന്നവരുടെ മധ്യത്തില പുത്രനെ തന്നെ ആശ്രയം വയ്ക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങൾക്ക് ജീവന്റെ പുതുക്കം തന്ന ഒരു രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകരെ പറഞ്ഞേക്കാം, വീണുപോയി ഇനി എഴുന്നേൽക്കത്തില്ല, കഴിഞ്ഞുപോയി എന്ന് അനേകര് പറഞ്ഞേക്കാം. ചാർച്ചക്കാർ, ചെയ്യപ്പെട്ടവർ, സ്നേഹിക്കുന്നവർ, ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുമെന്ന് കരുതുന്നവർ എല്ലാവരും പറഞ്ഞേക്കാം, കഴിഞ്ഞു, നിന്റെ കാര്യം കഴിഞ്ഞു. കഴിഞ്ഞു എന്ന് പറയുന്നിടത്തുനിന്ന് തുടങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കഴിഞ്ഞു എന്ന് പറയുന്നിടത്തുനിന്ന് തുടങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ ജീവിപ്പിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. കഴിഞ്ഞു എന്ന് പറയുന്നവരുടെ മുമ്പിൽ മാനിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്റെ കൂടെ നിന്നവർ ഈ ദേശത്തിൽ വച്ച് ബിസിനസ്സിൽ ഞാൻ തകർന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം കഴിഞ്ഞു പോയി. 4 ഭാഗത്തും കടം വന്നപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞു, നിന്റെ ജീവിതം കഴിഞ്ഞു പോയി.
അന്ന് വിശ്വാസത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആധിക്യത്തിന്റെ ശക്തിയാൽ അല്പം വിശ്വാസം മാറ്റി നിന്നതുകൊണ്ട് ദൈവസന്നെ തന്നെ താൻ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ പിതാവ് തന്റെ പുത്രനെ ഉയർപ്പിച്ചതുപോലെ നിന്നിച്ചവരുടെ മുമ്പിൽ എന്നും മാനിച്ചുയർത്തി ആമേനിയായി എന്ന് നിർത്തിയിരിക്കുന്നുവെങ്കിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ പിതാവ് തന്റെ പുത്രനെ ഉണർത്തി ജീവിപ്പിച്ചതുപോലെ ഉറങ്ങി കിടക്കുന്നതിന്റെ നന്മകളെ ഈ ദിവസങ്ങളെ പുറത്തു കൊണ്ടുവന്ന് വെളിച്ചം കാണിപ്പിക്കുവാൻ കഴിവുള്ള യഹോവയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ കഴിയാത്തത് ഉള്ളത് രോഗമായി കിടക്കുന്നത് ചിലത് തൊള്ളിട്ടാടുന്ന നിരവാഹോകളായി ഈ 2012 ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കാൻ പോവുകയാണ്. Hosea chapter 6 verse 2. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ തന്നെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും. ഹോശേയ പ്രവാചകൻ ശക്തമായി വിളിച്ചു പറയുക, മരിച്ചു എന്ന് പറഞ്ഞു കിടക്കുന്ന അവസ്ഥയില് കഴിഞ്ഞുപോയി ജീവൻ വച്ചത്തില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന അവസ്ഥയില് 2-ാമത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയുടെ ഏത് മൂലയിലാണെങ്കിലും ഏത് മൊക്കലും മൂലയിലും ഉറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അത്ഭുതമായ ശാക്തിയും ഫലവും എന്റെ രാത്രികാലം വെള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഭാരപ്പെടുന്ന വിഷയത്തിന് മേല ജീവൻ നഷ്ടത്തില്ല, കഴിഞ്ഞുപോയവന്റെ വിദ്യാഭ്യാസം നശിച്ചുപോയെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേല ദൈവത്തിന്റെ ആത്മാവ് തോന്നറിയിക്കുകയാണ്. 2-ാം ദിവസം ജീവിപ്പിക്കുകയും 3-ാം ദിവസം അവന്റെ മുമ്പാകെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിന്റെ ശക്തിയെ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസം എന്നെ പരീക്ഷിച്ചറിയുക. ഏതെങ്കിലും വിഷയം ആഗ്രഹിച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടാതിരിക്കുന്നുവെങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക, സർവശക്തനായ ദൈവത്തിന്റെ വലിയ പരീക്ഷണ ഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ആഗ്രഹിച്ചതിന് ഉപരിയായി വലിയതൊന്ന് കേട്ടിരിക്കുക. മരിക്കോ കഴിഞ്ഞുവോ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ച് അവന്റെ സമയം നിൽക്കുന്ന ഒരു സമയമുണ്ട്. അത് നമ്മുടെ ദൈവം ജീവന്റെ ഉറവിടമാണ്. മരിച്ചു എന്ന് പറയുന്നവിടെ കഴിഞ്ഞു എന്ന് പറയുന്നവിടെ മുമ്പല്ല, ഉയർത്തത്തില്ല എന്ന് പറയുന്നവിടെ മുമ്പല്ല. ഉദ്ധരാരക ഔഡൽ ഘടകം ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തുന്ന ദൈവമാണ്. ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തുന്ന ദൈവമാണ്. ഓ ചൂടച്ചെടിയുടെ തണലില്ല എനിക്കിനി ജീവിക്കേണ്ട, മരിച്ചാ മതിയെന്ന് നിരാശനായി കിടന്ന പ്രവാചകനെ ജീവന്റെ പുതുക്കത്തിൽ കാക്കയെ കൂടി ഭക്ഷണം കൊടുത്ത അവൻ ചെടിയിൽ തോട്ടിലെ വെള്ളം വറ്റുന്നവരെ അതിലെ വെള്ളം കൊടുത്ത് അവിടെ ആയിരിക്കാൻ അച്ഛ സമയത്ത് ദൂതനെ അയച്ച് തട്ടി ഉണർത്തി ഭക്ഷണവും വെള്ളവും കൊടുത്ത് പരിപാലിക്ക ദൈവത്തിന്റെ ആത്മാവിന് പറയുന്നു, അവൻ നിന്നെ
ജീവൻ വർദ്ധിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടാകും. മരിച്ച വിഷയത്തിന്മേൽ ജീവൻ വയ്ക്കാൻ പോവുക. നിന്റെ നന്മയെ അവകാശപ്പെടുത്തി വെച്ചിരിക്കുന്നു, നിന്റെ നന്മയെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന, ഓ നിന്റെ ജോലിയിൽ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന, നാല് ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളും ഇടർച്ചകളും കടന്നു വന്ന, സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയാതെ വന്ന, മാനസികമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അധികാരികളുടെ മാനിക്കുന്ന, അവനെ ജീവൻ തന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ചില വ്യക്തികളുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുകയാണ്. ദൈവത്തിൽ വെച്ചാൽ ദൈവത്തെ ശ്രദ്ധിക്കുന്ന നാമന്റെ മുമ്പാകെ ജീവിച്ച് എന്നും ഇങ്ങനെ കിടക്കുമെന്ന് ആരും വിചാരിക്കരുത്. ഓരിക്കരാരക ഔടൽ കിടക്ക് വീണ് കിടക്കുന്നിടത്തു നിന്ന് ഉരുളാണ്ട് വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ആ കിടക്കുന്ന കിടക്കയില് നിനക്ക് അല്പമേ ശേഷിപ്പുള്ളൂ എങ്കിൽ ജീവൻ തരുന്ന യേശുവെങ്കിലേക്ക്, ശക്തി തരുന്ന യേശുവെങ്കിലേക്ക്, ഉയർപ്പിക്കുന്ന യേശുവെങ്കിലേക്ക്, മാനിക്കുന്ന യേശുവെങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ നോക്കി സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിക്കുന്നുവെങ്കിൽ ആ നിലവിളിയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എഴുന്നേൽപ്പിക്കുന്ന ദിനരാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുക. വാക്യം കൂടെ വായിക്കുമെന്ന് രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. ജനമെല്ലാം അത് കണ്ട് അവിടുന്ന് വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ജനമെല്ലാം കണ്ട് കമന്ന് വീണ് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷോര പ്രതിഷ്ഠകൾക്കും നിത്യാമൂർത്തികൾക്ക്, മന്ത്രവാദങ്ങൾക്ക്, ആ വിചാരങ്ങൾക്ക്, ദുശക്തികൾക്കും ചെയ്യാൻ കഴിയാത്തത്, ബാലിന്റെ പ്രവാചകന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്, ഒരു ആത്മീയ ഒരുക്കമൊരുങ്ങി ആത്മീയ പടച്ചട്ട ധരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി, സർവശക്തനായ ദൈവത്തിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ എഴുന്നേറ്റ് നിന്ന പ്രവാചകനിതാ നനഞ്ഞ യാഗപീഠത്തിന്മേൽ യാഗവസ്തു വച്ചിട്ട് അതിന്മേൽ തീ അയക്കുവാൻ സ്വർഗ്ഗത്തിൽ നോക്കി ഒരു വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ മേൽ യാഗപീഠത്തിന്മേൽ തീ ഇറങ്ങി വന്ന യാഗപീഠം ലഭിച്ച അത് ഗോവയ്ക്ക് പ്രസാദമായി തീർന്നതുകൊണ്ട് അങ്ങനെ കമന്ന് വീണ് യഹോവന്റെ ദൈവമെന്ന് പറഞ്ഞുവെങ്കിൽ ഈ ദിവസത്തെ ദൈവത്തിന്റെ മൈതലെ നിന്റെ ഒരാളിന്റെ ഒരുക്കത്തിൽ കൂടി ദേശത്തിന്മേൽ വലിയ ഉണർവ് നടക്കാൻ പോകുക. നിന്റെ ഒരാളിന്റെ ഒരുക്കത്തിന്മേൽ, നിന്റെ കുടുംബത്തിന്മേൽ വലിയ ഉണർവ് നടക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ ശ്രദ്ധിച്ചാണ്. അങ്ങനെ ആയിരം പ്രവാചകന്മാരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയരുത്. നമ്മുടെ ജീവനോട് നിർത്തിയിരിക്കുന്ന ജീവദാതാവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആത്മീയമായി ഒന്ന് ഒരുങ്ങിയിട്ട് പറഞ്ഞേ ഇവിടെ തീ അയക്കുന്ന ഒരു സംഭവം, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തീ കത്തുന്ന ഒരു അവസ്ഥ സ്വർഗ്ഗത്തിലെ ദൈവം അവൻ അയക്കും. ദൈവത്തിന്റെ പൈതലേ, അവൻ മാലിന്യങ്ങളെ കത്തി തെളിച്ച ജീവന്റെ മുടക്കത്തിൽ നിർത്തുന്ന യഹോവയുടെ സ്ഥാനത്ത് ഇവിടെ വ്യാപരിച്ചുകൊണ്ട് ഒരു ഒരുക്കമുണ്ടായിരുന്നു. ഏലിയാമിന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം, ഏലിശയുടെ ജീവിതത്തിൽ ഒരു ഒരുക്കമുണ്ട്. എല്ലാ ശക്തരായ പ്രവാചകന്മാരുടെയും ദൈവദാസന്മാരുടെയും ദൈവഭക്തന്മാരുടെയും ജീവിതത്തിൽ വലിയ ഒരുക്കമുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ കണ്ടില്ല, എല്ലാവരും നിന്നെ നിന്ദിക്കപ്പെടുന്നുവെന്ന് നിനക്ക് തോന്നിയാൽ പ്രത്യാശയോടുകൂടി ഇരുന്നാട്ടെ, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ശൂന്യതയുടെ മധ്യത്തിൽ നിന്നും ഉയർത്തുന്ന ദൈവമാണ്. ബാലിന് ഓശാന പാടിയവർ, ബാലാണ് ദൈവമെന്ന് വിശ്വസിച്ചിരുന്നവർ, ബാലിന് മാത്രമേ എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവർ, ബാൽ വിഗ്രഹത്തെ സേവിച്ചിരുന്നവർ, അണയാത്ത തിരിവച്ച്
അണയാത്ത വിളക്ക് വെച്ച് 24 മണിക്കൂർ ബാലിനെ നമസ്കരിച്ചു പോന്നവർ സ്വർഗത്തു നിന്ന് അഗ്നി ഒരു ഏകന്റെ ഒരുക്കത്തിൽ കൂടി നടന്നപ്പോൾ, അവന്റെ വിശ്വാസത്തിന്മേൽ നടന്നപ്പോൾ, ആ ദേശം മുഴുവനും കമന്നു വീണ് സർവശക്തനായ ദൈവത്തെ വണങ്ങി നമസ്കരിക്കുവാൻ ഇവന്റെ വിശ്വാസം ഒരുക്കം കഴിഞ്ഞതുപോലെ ദൈവത്തിന്റെ പൈതല് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ഒരുക്കത്തിന്മേൽ നിന്റെ കുറവുകളെ മാറ്റിവെച്ചേക്ക. നീ ഒരുങ്ങിക്കൊണ്ടെന്റെ കർത്താവിന്റെ സമയം ഇരിക്കണമെങ്കിൽ നിങ്ങൾ കൂടി അഭിഷേകത്തിന്റെ ആഗ്രഹങ്ങളെ അയക്കുവാൻ സർവശക്തനായ ദൈവം ശക്തന. എവിടെ പോയാലും ദൂതിനൊരു കുറവില്ല. എല്ലാ ദൂതുകളും വന്നു നിൽക്കുന്ന ദൈവത്തെ സ്തുതിക്കാനാണ്. ഇന്ന് രാത്രികാലം ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? നമ്മുടെ വയസ്സോ നമ്മുടെ പ്രായമോ നമ്മുടെ വിദ്യാഭ്യാസമോ ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ഇന്ന് രാത്രികാലം ദൈവം സ്നേഹിക്കുന്ന ദൈവജനമേ, ഒരുങ്ങാൻ ഒരുങ്ങിയിട്ടുണ്ടോ? രക്ഷയ്ക്കായി ജീവരക്ഷയ്ക്കായി യജമാനെ ജീവരക്ഷയ്ക്കായി ഞങ്ങൾ എന്ത് ചെയ്യണം? അല്പസമയം മുമ്പ് അപ്പോസ്തലന്മാരെ കൊണ്ടുവന്നപ്പോ പല്ല് കടിച്ച് ഇവന് ഞാനിപ്പോ അടിച്ച് തകർക്കുമെന്ന് പല്ല് കടച്ചു നിന്നുകൊണ്ട് കാരാഗ്രഹ പ്രമാണി അവന്റെ വിശ്വാസത്താൽ അവന്റെ ഒരുക്കം അവന്റെ ഉള്ളിൽ വ്യാപരിച്ച ആ ഒരുക്കത്തിന്റെ ശക്തിയാൽ ബലഹീനമായി അടിച്ചു തകർക്കപ്പെട്ട ശരീരവും ചങ്ങലയും കൊണ്ട് ജീവനുള്ള ദൈവത്തെ ആ കാരാഗ്രഹത്തിനുള്ളിൽ ആരാധിച്ചപ്പോൾ ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഒരുങ്ങിയിരുന്ന ദൈവഭൃത്തന്മാരുടെ ഒരുക്കത്തെ മാനിച്ച് കാരാഗ്രഹം അടിസ്ഥാനം കുലുങ്ങിയിട്ട് സകല തടവുകാരും രക്ഷ പ്രാപിച്ച് കാരാഗ്രഹ പ്രമാണി സ്വയം ആയുധമെടുത്ത് ജീവകാലി വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പോയി തടഞ്ഞു. അവനോട് ചോദിച്ചു, യജമാനനെ ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഈ രക്ഷ സൗജന്യമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക, അത്ര മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുന്നു. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ, ആ കാരാഗ്രഹ പ്രമാണി ചോദിച്ചതുപോലെ ഓരോ ദിവസവും ജീവിതത്തിന്റെ പല പണ്ടാവുകളിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ആരോടും പോരിന് പോകണ്ട, നമ്മൾ ശത്രുവിനോട് പോരാടണ്ട, നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ശത്രു സൈന്യത്തെ തകർത്ത് കളയുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കായി എതിർത്തുകൊണ്ടിരിക്കുന്നവർ രാഷ്ട്രീയ മണ്ഡലത്തെ തകർത്ത് കളയുവാൻ നോക്കുന്ന പിശാചിന്റെ പോരുകൾ, നിന്റെ ഭൗതിക മണ്ഡലത്തെ തകർത്ത് കളയുന്ന ആ വിചാര പോരുകൾ, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ കെടുത്തി കളയുന്ന പൈശാചിക പോരുകൾ, നിന്റെ ശരീരത്തെ മനസ്സിലെ ഒരുപോലെ നിരാശപ്പെടുത്തുന്ന ഡിപ്രഷന്റെ നിരാശയുടെ പോരുകളെ സർവശക്തനായ ദൈവം എന്ന കണ്ടെത്ത് പറയുകയാണ്. നീ എന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ഒരുങ്ങ, നിന്റെ ജീവിതത്തിൽ ഞാൻ വലിയ ചെയ്യാൻ പോകും. ഒരുങ്ങുന്നവന്റെ ദൈവം വലിയ ചെയ്യാൻ പോകില്ല. ആത്മീയമായി ഒരുങ്ങുന്നവരുടെ മേൽ ദൈവം വലിയ ചെയ്യാൻ പോകില്ല. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പശ്ചാത്തലം, ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ഇപ്പോൾ ജനിച്ച ശിശുവായി കർത്താവിന്റെ സന്നദ്ധത ഏൽപ്പിച്ചുകൂടെ, അപ്പാ എനിക്ക് അങ്ങയുടെ കൃപ വേണം, എനിക്ക് രക്ഷ വേണം, ജീവന്റെ പുതുക്കത്തിൽ എനിക്ക് ജീവിക്കണം, അങ്ങയുടെ നാമത്തെ എനിക്ക് ഉയർത്തണം, അങ്ങേക്ക് വേണ്ടി എനിക്കൊന്ന് പ്രയോജനം കർത്താവേ എന്നെ അവിടുന്ന് കൈക്കൊള്ളണമെന്നൊന്ന് പറയാൻ കഴിയുമോ? ദൈവജനം കൈക്കൊള്ളുന്ന കർത്താവ് ഇവിടെ വന്നിരിക്കുക. ആ ദൈവസ്ഥാനം നമ്മളെ ഉദ്ദേശിച്ചുകൂടെ. നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റതിൽ കൈവചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.